പഴയ കാലത്തേക്കാൾ ഇന്നത്തെ കുട്ടികൾക്ക് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ധാരാളമാണ്. ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ നിരവധി കാര്യങ്ങൾ അവരിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ശ്രദ്ധയും ശിക്ഷണവും നിർണായകമാകുന്ന കാലഘട്ടമാണിത്. ഒരു വ്യക്തിയുടെ മൂല്യം അവിടെ രൂപപ്പെടുകയാണ്. ചുറ്റും കാണുന്ന എല്ലാത്തിനെയും കുട്ടികൾ റോൾ മോഡൽ ചെയ്യാൻ ശ്രമിക്കും. മനഃശാസ്ത്രപരമായി 4 തരത്തിലുള്ള പേരൻറ്റിംഗ് സ്റ്റൈലാണുള്ളത്. ഒന്ന്, കർശനമായ നിയന്ത്രണങ്ങളും കുറ്റം കണ്ടെത്തിയാൽ കഠിനമായ ശിക്ഷയും നൽകുന്ന അതോറിറ്റേറിയൻ സ്റ്റൈൽ. എൻ്റെ ചെറുപ്പത്തിൽ അടയ്ക്കാമരത്തിലൊക്കെ കുട്ടികളെ കെട്ടിയിട്ട് തല്ലുന്നതിന് ഞാൻ ദൃക്സാക്ഷിയായിട്ടുണ്ട്. അതോറിറ്റേറ്റീവ് അല്ലെങ്കിൽ ആധികാരിക ശൈലിയാണ് അടുത്തത്. ഇതിൽ സ്നേഹവും നിയന്ത്രണങ്ങളും ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരു മാതൃകാ രീതിയാണിത്. കുട്ടികളോടൊത്ത് സമയം ചെലവഴിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും ഉള്ള സന്നദ്ധത കാണിക്കുന്നു. നെക്സ്റ്റ്, പെർമിസീവ് സ്റ്റൈലാണ്. കുട്ടികളോട് സ്നേഹമുണ്ട്, അവരെന്ത് പറഞ്ഞാലും അനുവദിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ്. അവിടെ റെസ്ട്രിക്ഷൻസ് ഇല്ല, തെറ്റ് ചെയ്താൽ തിരുത്താറുമില്ല. ലഹരി വിരുദ്ധ ക്ലാസ്സിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ അനുഭവം, അതായത് തെറ്റായ രീതിയിൽ കണ്ട ഒരു കുട്ടിയെ വ്യക്തമായ തെളിവോടുകൂടി രക്ഷകർത്താക്കളുടെ മുന്നിൽ ഹാജരാക്കിയപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം, ഞങ്ങളുടെ കുട്ടി ഇങ്ങനെ ചെയ്യില്ല, ഇത് ആരൊക്കെയോ ചേർന്ന് മനഃപൂർവ്വം അവനെ ചതിക്കുകയാണെന്നായിരുന്നു. 4-മത്തേത് അൺഇൻവോൾവ്ഡ് ശൈലി അല്ലെങ്കിൽ അശ്രദ്ധമായ ശൈലി. കുട്ടികളെ അവരുടെ വഴിക്ക് വിടുന്നു. കുട്ടികളും രക്ഷിതാക്കളും തമ്മിൽ യാതൊരു വൈകാരിക അടുപ്പവുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാനസികാരോഗ്യത്തിനായി നാം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം ജോലിസ്ഥലത്ത് നിന്നും സമൂഹത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നുമൊക്കെ നമുക്ക് കിട്ടുന്ന നെഗറ്റീവ് ഇമോഷൻസ് അത് കുട്ടികൾക്ക് സംഭാവനയായി നൽകേണ്ട. പകരം അവരുടെ സാമീപ്യം അത് നമ്മളുടെ എല്ലാവിധ ടെൻഷനുകളും റിലീസ് ചെയ്യുന്ന ഒരു മരുന്നാക്കി മാറ്റാം. മാനസികമായി ഇത് പ്രാക്ടീസ് ചെയ്താൽ നമ്മളിൽ ഇതൊരു പ്രോഗ്രാമിംഗ് ആയി മാറും. 2-3 കൗൺസിലിംഗ് ഒക്കെ കഴിയുമ്പോൾ എൻ്റെ പെറ്റ് ഡോഗ് ഇസയോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കാറുണ്ട്. പ്രത്യേകിച്ച് പഠന കാര്യങ്ങൾക്കും മറ്റും കുട്ടികൾ നമ്മളിൽ നിന്ന് അകലെയാകുമ്പോൾ ഓരോ ഫോൺ കോളുകളും എൻഡ് ചെയ്യുന്നത് സൗഹൃദത്തോടെയും സ്നേഹത്തോടെയും ആയിരിക്കണം. അകലെയാണെങ്കിലും എന്തും തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും അവർക്ക് ഫീൽ ചെയ്യണം. അവർ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും നോ പറയാതെ ഗുണദോഷങ്ങൾ വിശദീകരിച്ചു കൊടുത്തിട്ട് ഉചിതമായ തീരുമാനമെടുക്കാൻ പറയുക. അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നല്ല തീരുമാനങ്ങൾക്ക് അപ്രീസിയേഷൻ കൊടുക്കാനും മറക്കണ്ട. പേരൻസിനിടയിലുള്ള വാക്കുതർക്കങ്ങൾ കഴിയുന്നതും കുട്ടികളുടെ മുന്നിൽ വെച്ച് ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. മോശം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. കൗൺസിലിങ്ങിനിടയിൽ ഒരു കുട്ടി പറഞ്ഞത്, എനിക്കെൻ്റെ പേരൻസ് റിയൽ ആണെന്ന് തോന്നിയിട്ടില്ല, അവർ അഭിനയിക്കുകയാണ്, അവർക്ക് പരസ്പരം ആത്മാർത്ഥതയില്ല, അതുപോലെ അവർ ഉപയോഗിക്കുന്ന അബ്യൂസിങ് വേർഡ്സ് ഹൊറിബിളാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് വെറുപ്പാണ്. ചില കുട്ടികൾ അവരുടെ വ്യക്തിത്വത്തിൻ്റെ തന്നെ ഒരു പാറ്റേൺ ആക്കി മാറ്റും ഇത്. എന്നാൽ ചിലർക്കാകട്ടെ പേരൻസിനോട് റെസ്പെക്റ്റ് ഇല്ലായ്മ ഫീൽ ചെയ്യും. വീട്ടിൽ ഗസ്റ്റ് വന്നിട്ട് പോകുമ്പോൾ അവരെപ്പറ്റി നെഗറ്റീവ് പറയുക, അതുപോലെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഫോണിൽ സംസാരിക്കുമ്പോൾ നിസ്സാരമായ കാര്യങ്ങളിൽ പോലും കള്ളം പറയുക, ഇതൊക്കെ ഒഴിവാക്കാം. കുഞ്ഞുങ്ങൾ റെസ്പെക്റ്റ് ആഗ്രഹിക്കുന്നവരാണ്. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ, ഈ ഒരു ശൈലിയായിരിക്കും അവർ ഇഷ്ടപ്പെടുക. നമ്മുടെ വീട്ടിലെ ഡേ ടു ഡേ കാര്യങ്ങളിലും അതുപോലെ പുതിയ സാധനങ്ങൾ വാങ്ങുന്ന കാര്യത്തിലുമൊക്കെ കുട്ടികളുടെ അഭിപ്രായങ്ങൾ ആരായുകയും അവരെ അതിൽ പങ്കാളികളാക്കുകയും ചെയ്യുമ്പോൾ അവരിൽ സെൽഫ് എസ്റ്റീം ഉണ്ടാകും. ചെറിയ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അനുവദിക്കുമ്പോൾ അത് അവരുടെ വ്യക്തിത്വത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാക്കും. അവർ ഒറ്റയ്ക്കാകുമ്പോഴോ പൊതുസ്ഥലങ്ങളിലോ അവർക്കെതിരെ ആരെങ്കിലും അപമര്യാദയായി പെരുമാറിയാൽ അതിനെ എതിർക്കാനോ റിപ്പോർട്ട് ചെയ്യാനോ ഉള്ള ഒരു ബോധവൽക്കരണം സംഭാഷണം മധ്യേ നൽകുക. പണത്തിൻ്റെ മൂല്യം അറിഞ്ഞു വളരട്ടെ. കുട്ടികൾക്കുള്ള സമ്പാദ്യ സ്കീമുകളിലും മറ്റും അവരെ അംഗമാക്കുക. അതുപോലെ പേരൻസ് എപ്പോഴും എന്തിനും നന്ദിയുള്ളവരാണെങ്കിൽ കുട്ടികൾ നമ്മളെ റോൾ മോഡൽ ചെയ്ത് അവരും ഗ്രേറ്റ്ഫുള്ളാകും. എപ്പോഴും വിഷാദഭാവത്തിലിരിക്കുന്ന അച്ഛനെയും അമ്മയും കുട്ടികൾ ഇഷ്ടപ്പെടാറില്ല. ഇത് അവരിൽ ഇൻസെക്യൂരിറ്റിയും അടിമ മനോഭാവവും സൃഷ്ടിക്കും. അവരുടെ ശീലങ്ങളിൽ ഡിസിപ്ലിൻ അവരറിയാതെ ഇൻഫ്യൂസ് ചെയ്യണം. അതായത് അവരുടെ ടോയ്സ്, ബാഗ്, ചെരുപ്പ് ഇവയെല്ലാം ഉപയോഗത്തിന് ശേഷം കൃത്യമായ സ്ഥലങ്ങളിൽ വെച്ച് ശീലിക്കട്ടെ. 10 മാസം ചുമന്ന കഥയും അവർക്ക് വേണ്ടിയിരുന്ന എഫേർട്ടുകളും ആവർത്തിച്ച് പറയാൻ നിൽക്കണ്ട. ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ച ഒരു പെൺകുട്ടി പറഞ്ഞത്, പേരൻസും സെർവൻറ്റും ഒന്നും സഹായത്തിനില്ലാത്ത ഇവിടെ ജോലിക്ക് പോകുന്ന ഞാൻ എത്രമാത്രം നിനക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നെന്നറിയാമോ, നീ എന്താണ് അനുസരിക്കാത്തത്? ഇത് ചോദിക്കുമ്പോൾ എൻ്റെ 5 വയസ്സുകാരി മകൾ നിശബ്ദമായി എൻ്റെ മുഖത്ത് നോക്കി പകച്ചു നിൽക്കും. എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും എന്നെക്കാൾ മെച്യൂരിറ്റി ഉണ്ട് അവൾക്കെന്ന്. നമ്മളാരും 100% പെർഫെക്റ്റ് അല്ല. എല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും ഈ വീഡിയോ ഒരു ഓർമ്മപ്പെടുത്തലാകുമെങ്കിൽ സന്തോഷം.